ഏയ് ഹലോ ഹലോ ഒന്ന് ബോൾ കളിച്ചാൽ കാണട്ടെ. ഒന്ന് ബോൾ കളിക്കുക. ഹായ് ഫ്രണ്ട്സ്, ദേവ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലത്തെ തന്നെ കുട്ടികളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ രാവിലത്തെ ഒരു സമയമാണ്, ഒരു ടൈം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ അല്ലുമോനാണെന്നുണ്ടെങ്കിൽ തോട്ടം വിരിക്കാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മഴ ഒന്ന് പെയ്തെങ്കിൽ കൂടിയും കാര്യമായിട്ട് പെയ്തില്ല. രാവിലത്തെ ടൈമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിൽ കുറവായിരിക്കും. അപ്പോൾ വെയിൽ കുറവുള്ള സമയത്തൊക്കെ ഇതുപോലെയൊക്കെ പുറത്തൊക്കെ ഇട്ടിരുന്ന് കളിക്കും. നല്ല ഉച്ച സമയമായിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല വെയിലും ചൂടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയങ്ങളിലൊന്നും അങ്ങനെ പുറത്തേക്ക് വിടാതൊക്കെ പരമാവധി പിടിച്ച് നിർത്തും കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സെറ്റപ്പൊക്കെ അങ്ങനെ ആക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ സാരി കൊണ്ട് ഒരു ഊഞ്ഞാല് പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഏറെ നേരം അതിലൊക്കെ ഇരുന്ന് ആടി കളിക്കും. നല്ല തണുത്ത വെള്ളം. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല പുല്ലും ഒക്കെ നന്നായി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു പൈപ്പുണ്ട്, ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകും അല്ലേ? അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ കൈയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോയിട്ട് എന്നാ കുറച്ച് പുല്ല പോകുന്നുണ്ട്. നിറച്ച് പുല്ലല്ലേ? ചേച്ചി ആ ഊഞ്ഞാലിരിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ടില്ല. ഹലോ ഹായ് പറ. കാൽമത്ത് മാറി അവിടെ നിന്ന്, കാൽമത്തൊക്കെ മാറിയപ്പോൾ കാൽമത്ത് മാറാതെ കളിക്കാൻ നിൽക്കണ്ട നിത്തു. വേണ്ട കളിക്കണ്ട, കാല് ഇളകൂട്ടാ. ചെരുപ്പിടാനും കൂടി പറ്റില്ല. ഇങ്ങോട്ട് വാ. നിത്തുൻ്റെ കാലുമത്തെ ഇപ്പോൾ ഒരു ഇതൊക്കെ അങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പം നടക്കാനും പറ്റിയെന്ന് കണ്ടുനോക്കുമ്പോൾ ആൾ പിന്നെ കളിക്കാൻ ഇറങ്ങണം. ഏട്ടന്മാരൊക്കെ കളിക്കുന്നത് കണ്ടാൽ പിന്നെ ആൾക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ പ്ലാവുമ്മണ്ടായ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായി, അതൊക്കെ നല്ല മുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഇപ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊട്ടിക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചിലതൊക്കെ നന്നായിട്ട് നല്ല വലുതായി വന്നിട്ടുണ്ട്, ചിലത് ചെറുതാണ്. അപ്പോൾ ചക്ക എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ആ പ്ലാവൊക്കെ മുറിച്ച്, അപ്പം അത് കാരണം ഇപ്പോൾ ചക്ക അവിടെ അങ്ങനെ അത്രയ്ക്കില്ല. അപ്പോൾ ഇവിടെ ചക്ക ഇങ്ങനെ ഉണ്ടായപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അത്യാവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണതിൻ്റെ ഉള്ളിലൊക്കെ പഴുക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. കുറച്ചും കൂടിയൊക്കെ നന്നായി വലുതാവും ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് പൊന്നാനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം.
അൽമോൻ തിരിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ഒന്ന് ടെസ്റ്റ് നോക്കി പോകുന്നുണ്ട് കേട്ടോ. ചേച്ചി തിരിക്കുന്നുണ്ട്. ചേച്ചിക്ക് ഇന്ന് ഞായറാഴ്ച കാരണം ഇല്ല. അപ്പോൾ എല്ലാവരും ഉണ്ട്. അല്ലുമോനും ഒക്കെ സാരിയിൽ അങ്ങനെ കിടന്നിട്ട് ആടുകയാണ്. പിന്നെ ഇത്തും കയറിയിരിക്കുന്നുണ്ട്. അതിൽ തന്നെ കുറേ നേരം അങ്ങനെ ആട്ടി കൊടുക്കുകയാണെങ്കിൽ നിത്തും അതിൽ കിടന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെ നല്ല നല്ല രസമാണ്. എല്ലാവരും അതിൽ ആടും. ചേച്ചിയും കില്ലും ഞാനും കുട്ടികളും എല്ലാവരും അതിൽ കിടന്നിട്ട് ഇങ്ങനെ ആടും. നല്ല രസം. രാത്രിയാകുമ്പോൾ പിന്നെ നമ്മൾ അഴിച്ചിടണം. വൈകുന്നേരമായി പിന്നെ അവിടെ അഴിച്ച് മാറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല വണ്ടി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പിന്നെ കാണില്ലേ പെട്ടെന്ന് പണിയാവിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ അത് അഴിച്ച് മാറ്റും. നിത്തുവിൻ്റെ അടൽ കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങനെ അല്ലുമോൻ ആടുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി തോട്ടം തിരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ അടുക്കളയിലൊക്കെ കയറുകയാണ്. അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട്. മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി മീനൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ചക്ക ഉണ്ടായിരുന്നു. ചക്ക നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ അധികം നേരം അവിടെ എടുത്ത് വെച്ചില്ല. അപ്പോൾ അത് ഞാനെടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ കുരുവൊക്കെ മാറ്റി ചക്കൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല മധുരമാണ് കേട്ടോ ചക്കയ്ക്ക്. ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ചക്ക അങ്ങനെ അധികം ഇരിക്കില്ല. എല്ലാവരും അപ്പോൾ തന്നെ അത് സെറ്റാക്കി എടുക്കും. അപ്പോൾ ഇപ്രാവശ്യം നല്ലോണം ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വന്ന അന്ന് തൊട്ടിട്ട് ചക്ക തന്നെ ആയിരുന്നു. പക്ഷേ ഉപ്പേരിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉപ്പേരിയൊന്നും വെക്കാൻ പറ്റിയില്ല. ഒക്കെ ഒരുവിധം പഴുത്തതൊക്കെ തന്നെ ആയിരുന്നു. ഇത് നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ അങ്ങനെ ചക്കയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്ക വെച്ചിരുന്ന പ്ലേറ്റാണ് പൊട്ടിയെടുക്കുന്നത് കേട്ടോ. ഈ ചക്ക അമ്മ പ്ലേറ്റിൻ്റെ അടിയിൽ ചക്കയുടെ അടിയിൽ പ്ലേറ്റിൻ്റെ മേലെ ചക്ക ഇടുന്നു. അപ്പോൾ ചക്ക വെട്ടുന്ന സമയത്ത് ആ പ്ലേറ്റും കൂടി അങ്ങോട്ട് വെട്ടി പ്ലേറ്റും ആകെ തകിട് പൊടിയാക്കി കേട്ടോ. അപ്പോൾ അതും എൻ്റെ പണി തന്നെയാണ്. അപ്പോൾ പ്ലേറ്റും പൊട്ടി. എന്നാലും ചക്ക അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള ചക്ക. അപ്പോൾ അങ്ങനെ ഒക്കെ അങ്ങനെ പറിച്ചിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ മൊത്തം റെഡിയാക്കി എടുത്ത് കുട്ടികളൊക്കെ എല്ലാവരും ഒരു ഇതൊക്കെ എടുത്തിട്ടാം. ഇനി ബാക്കിയുള്ള പണികളും കൂടി തീർക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ പണി ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വീഡിയോയുടെ മറ്റൊരു ഭാഗമായിട്ട് ഉടനെ തന്നെ വരാം.